അങ്ങനെ പാരീസിലെ വിസിറ്റിംഗ് അവസാനിപ്പിച്ച് ഞാൻ റൂം വിടുകയാണ് കേട്ടോ. ഇതാണ് 419 ഹോട്ടല്. ഇത് ഹോട്ടലിൻ്റെ പുറത്താണ് ഇടനാഴിയിൽ. അപ്പോൾ ഇതിന് അങ്ങറ്റത്ത് പോയിട്ട് വേണം ലിഫ്റ്റ്. നമുക്ക് ലിഫ്റ്റിലേക്ക് പോവാം. ഇവിടെ മെയിലിൻ്റെ ഷവേഴ്സാണ്. നല്ല ക്ലീനാണ് കേട്ടോ. ഷവറിൻ്റെ കുഴപ്പമില്ല, അടിപൊളിയാണ്. 3 ഷവേഴ്സ് ഉണ്ട്. അതുപോലെ ടോയ്ലറ്റ് ഇവിടെ ബാത്റൂമുണ്ട്. അവിടെ ഒരാൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കാരണം ഞാൻ ബാത്റൂം കാണിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞത് ഇങ്ങനെ ഗസ്റ്റിൻ്റെ കിച്ചണുണ്ട്. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന കിച്ചണാണ് കേട്ടോ. ഇത് ക്ലീൻ കിച്ചണാണ്. ഇവിടെ കുറേ ആൾക്കാർക്ക് ഇന്ന് ആഹാരം കഴിക്കുന്നത്. അതായത് ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്ന എല്ലാവർക്കും കൂടെ ഉള്ള കിച്ചണാണിത്. ഇനി ഇവിടെ ലേഡീസിനുള്ള ഷവറുണ്ട്. അത് പ്രശ്നമില്ല, ലേഡീസിനും ജെൻസിനും ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇവിടെ 22 റൂംസാണ് ഈ ഫ്ലോറിലുള്ളത്. അടുത്ത ഗസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ലേഡീസും ജെൻസും എല്ലാം മിക്സായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ. അല്ലാതെ ആർക്കും പ്രത്യേകിച്ചൊന്നും റൂമില്ല. റൂമെന്നുള്ളവർക്ക് റൂം വേണമെന്നുണ്ടെങ്കിൽ റൂം എടുക്കാം. പക്ഷേ ഇതെല്ലാം മിക്സഡ് ഡോർമെറ്ററിയാണ്. നമ്മൾ ലിഫ്റ്റിൽ താഴേക്ക് പോവാണ് ഇപ്പോൾ. കണ്ടില്ലേ, ഇത് 7th ഫ്ലോർ വരെ ഈ ലിഫ്റ്റുള്ളൂ കേട്ടോ. ഈ ബിൽഡിങ് അറൗണ്ട് 15 ഫ്ലോർ വരെയൊക്കെ ഉണ്ട്. അങ്ങനെ റിസപ്ഷനിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. റിസപ്ഷന് ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല രസമുള്ള റിസപ്ഷൻ, അടിപൊളി. ഫസ്റ്റ് ഫ്ലോറിൽ അടിപൊളി, സെക്കൻഡ് ഫ്ലോറിൽ അടിപൊളി ബാറും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ആഹാരം കഴിച്ചാൽ ഇവിടെ താമസിക്കുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്. ട്യൂസ്ഡേയിലാണ്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ആക്ടിവിറ്റീസിനൊന്നും നിന്നില്ല. നമ്മൾ ഓൾവേസ് ബിസി ആയിരുന്നു. അത് കാരണം ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, ദി പീപ്പിൾ. അവരുടെ ടീഷർട്ട്, അവരുടെ എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഉണ്ട്. ടൗലൊക്കെ നമ്മളോട് നിന്ന് വാടക കിടക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് അവർ ചെക്ക് ഇൻ ചെയ്യാൻ സമ്മതിക്കില്ല. 3 മണിക്ക് മാത്രമേ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെപ്പോട്ട് ലഗേജ് സേഫിൽ വെക്കാം. അതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കണം സേഫിൽ വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ചെക്കൗട്ട് ആയി രാവിലെ യാത്ര തുടങ്ങുകയാണ്. ഇനി അടുത്ത മെട്രോയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മെട്രോയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ലോക്കൽ ടൈം 2:10 ട്രെയിൻ, അല്ല ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ട് അറൗണ്ട് 1 hour ഉണ്ട് കേട്ടോ. നമ്മൾ അവിടേക്ക് പോവാം. ഇതിലാണ് നമ്മൾ താമസിച്ച ഈ ബിൽഡിംഗ്. ഈ കാണുന്നില്ലേ, ഇതാണ് ദ പീപ്പിൾ. എന്തായാലും ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഇറ്റലി പോയ അവിടെ കിട്ടിയ ഡോർമെറ്ററി വളരെ അത്ര ക്ലീൻ അല്ല. അത് ബെഡുകളൊന്നും പോരായിരുന്നു. എന്നാലും ഓക്കെ, നമ്മൾ പിന്നെ തൽക്കാലമായിട്ട് അവിടെ താമസിച്ചല്ലേ പറ്റുള്ളൂ. റൂം എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ തൽക്കാലം ഡോർമെറ്ററി എടുത്ത് താമസിച്ചു. ഇപ്പം നമ്മൾ പോകേണ്ടത് മെട്രോയിലേക്കാണ് കേട്ടോ. മെട്രോ സ്റ്റേഷനിലാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ. അറൗണ്ട് 150 meters വരുള്ളൂ. ഇതൊരു ചെറിയ പാർക്കുണ്ട്. അതുപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്.
റെസ്റ്റോറൻറ്റിൽ പക്ഷേ ഇപ്പം രാവിലെ തുറക്കുന്നില്ല. റെസ്റ്റോറൻറ്റ് തുറക്കുമ്പോൾ അറൗണ്ട് 11-12 മണിയാവും കേട്ടോ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെസ്റ്റോറൻറ്റ് തുറക്കില്ല. ഇവർക്കൊരു ടൈമിംഗ് ഉണ്ട്, ആ സമയത്ത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് അറിയില്ല, സൈക്കിളിൽ അതേ പറ്റി ചവിട്ടിക്കൊണ്ട് പോകണം. റെസ്റ്റോറൻറ്റ് വെളിയിൽ തന്നെ ഒരു കസേര പോലും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം കസേരയൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കും. അപ്പോൾ നമുക്ക് പോകേണ്ടത് സുല്ലി മൊറാൾ 7-ല്ലേ മെട്രോ ആ ഭാഗത്തുകൂടിയാണ് അകത്തേക്ക് ഇറങ്ങേണ്ടതെന്ന് തോന്നുന്നത്. നമുക്ക് അവിടേക്ക് പോവാം. ഇതാണ് മെട്രോ. ഞാൻ പറഞ്ഞല്ലോ ഒരു 2 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ. ചെറിയ ദൂരമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ മെട്രോയിലെത്തി. ഇവിടെ നിന്ന് താഴേക്കാണ് മെട്രോ. ആൾക്കാർ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സൈക്കിളുണ്ട്, ഇവിടുത്തെ അടിപൊളി സൈക്കിളാണ് എടുത്തത്. രാവിലെ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. മെട്രോയിൽ ഒരു മനുഷ്യരും ഇല്ല കേട്ടോ. ആ സൈഡിൽ കൂടെ വന്ന് ഈ സൈഡിൽ കൂടെ വന്നാലും ഒന്ന് തന്നെ. ഞാൻ വിചാരിച്ച് വേറെ പ്ലാറ്റ്ഫോമിലായിരിക്കും പോകുന്നത്. ഇത് പാരീസിൻ്റെ ഒരു ഭൂപടമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുപോലെ ഇവിടെ വന്നിട്ട് ലോക്കൽ മാപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഉപയോഗപ്പെടും കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ്സ് എടുക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ തുറന്നിട്ടുണ്ടല്ലോ. ഇന്നലെ ഞാൻ വന്നപ്പോഴത്തേക്കും അവർ തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ടിക്കറ്റ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവിടെ ലേഡി ഉണ്ട്, അവരുടെ അടുത്ത് പോയി ടിക്കറ്റ് എടുക്കാം. എൻ്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ട്, അപ്പം ഞാനത് ഉപയോഗിക്കും. ഇപ്പോൾ പോകേണ്ട റൂട്ടാണ് തന്നെ ഇത് കേട്ടോ. ഈ കാണുന്നതാണ് റൂട്ട്. ഈ റൂട്ടിലാണ് പോകേണ്ടത്. അതിലിപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് 2-3 സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങണം. 3 സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ലൈൻ മാറി കയറണം. ലെറ്റ്സ് ഗോ. ഡൗൺ സ്റ്റെയറിലേക്ക് പോവാം. അവിടെയാണ് പ്ലാറ്റ്ഫോം. ഇവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞ ട്രെയിനാണ് കേട്ടോ. ഈ ഭാഗത്ത് അങ്ങനെ തിരക്കുണ്ടാവില്ല. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിലെത്തി. നോക്കിയ തിരക്ക് കുറവാണ്. പ്ലാറ്റ്ഫോമിൽ ഒരൊറ്റ മനുഷ്യരില്ല. സുല്ലി മൊർലാൻഡ് ഇതാണ് നമ്മുടെ സ്ഥലമായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് വണ്ടി വിടുകയാണ്. ഇനിയൊരു ചിലപ്പോൾ ഇവിടെ ഒരു മടങ്ങി വരവ് ഉണ്ടാവാം പാരീസിലേക്ക്. എന്തായാലും പാരീസ് വെരി എക്സ്പെൻസീവ് ആണ്. അതുപോലെ ലാംഗ്വേജ് അറിയാതെ ഇവിടെ ജീവിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇൻ്റർനെറ്റൊക്കെ തീ കത്തും പോലെയാണ്. ഇന്നലെ ഒരു ദിവസം മാത്രം 20 യൂറോ ചാർജ് ചെയ്തിട്ട് ഉള്ളി ലൊക്കേഷനാണ് ഇട്ടത്. ഉള്ളി ലൊക്കേഷൻ, പല സ്ഥലങ്ങളിൽ പോകാനുള്ള ലൊക്കേഷൻ മാത്രം. അത് ഒരു 5 യൂറോ ഞാൻ ഈ സിമ്മിൽ ഇട്ടാൽ അത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് കഴിയും. പിന്നെയും മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് 0 ബാലൻസ്. അപ്പോൾ വീണ്ടും ഞാൻ റീചാർജ് ചെയ്യും. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. റിയലി ഒരു രക്ഷയില്ല. ഇവിടെ ഇൻ്റർനെറ്റ് ഭയങ്കര ചിലവാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ സൗദി അറേബ്യയിലോ ഇന്ത്യയിലോ ഒക്കെ ഇൻ്റർനെറ്റ് ചിലവാകുന്നത് ഭയങ്കര ചീപ്പറാണ്. വെറും 2 റിയാൽ 5 റിയാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 2 ദിവസത്തേക്കുള്ള ഇൻ്റർനെറ്റ് കിട്ടും. ഇവിടെ ഒരു രക്ഷയില്ല, വെരി എക്സ്പെൻസീവ്. ഈ സൈഡിൽ നിന്ന് ട്രെയിൻ വരിക, നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ ആൾക്കാരില്ല കേട്ടോ. ഈ സ്റ്റേഷനിൽ ആകെ 2 പേരവിടെ ഇരിപ്പുണ്ട്. ഇതേ ഒരു 3-4 പേരിങ്ങനെ നടന്നു വരുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ. എന്തായാലും ട്രെയിനിലേക്ക് കയറാം.
ഇതാണ് മെട്രോ. മെട്രോ വന്നിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് തുറക്കണം മെട്രോ കേട്ടോ. രണ്ട് സ്റ്റേഷൻ കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങണം. ഈ 2 സ്റ്റേഷൻ അടുത്ത് ചട്ടിലത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ആ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ലൈൻ മാറി കയറണം. ഇതാണ് മെട്രോ. ചെറിയ മെട്രോ കാണുന്നില്ല, കുറച്ച് ചെറിയ ബോഗീസാണ്. ഞാനിവിടെ ഇറങ്ങി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് ബി ലൈനിലേക്ക് പോകട്ടെ. ബി ലൈൻ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. സോ ബി ലൈൻ മെട്രോ ബി ലൈൻ മെട്രോ. ഇനി ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോകണം. ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി കയറി പിന്നെ അടുത്ത സൈഡിൽ നിന്ന് വീണ്ടും താഴേക്ക് പോകണം കേട്ടോ. ഇവിടെ ഇതുവഴി കയറി വരാനേ ഉള്ളൂ സെറ്റപ്പ്. താഴേക്ക് പോവാം. ഈ താഴെ പോയിട്ട് ഇനി വീണ്ടും മേളിലേക്ക് കയറേണ്ടി വരുമല്ലോ. ഇവിടെ അങ്ങനെയൊക്കെയാണ് മെട്രോ. ബി ലൈൻ. ബി ലൈൻ എവിടെയാണെന്ന് എൻ്റെ അമ്മോ, ഇതൊരു ഭയങ്കര സ്റ്റേഷൻ. അറൗണ്ട് 9 മിനിറ്റ്സ് അവിടേക്ക് നടക്കണമെന്നാണ് പറഞ്ഞത്. ബി ലൈൻ ഇങ്ങോട്ടാണ്. ഇതേ കാണുന്നുണ്ടോ? ബി ലൈൻ കണക്കാക്കിയിട്ട് പോകുമ്പോൾ ഈ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. ഇതൊരു മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് പല ലൈനിലേക്കുള്ള ട്രെയിന് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കയറാം. അത് ഈ ഭിത്തിയിലത് കണ്ട ഒരു പ്രത്യേകതയോടുകൂടിയാണ് ആ വരച്ചിരിക്കുന്നത് ഉണ്ടാക്കിയത്. പക്ഷെ അതെന്താണെന്ന് നമുക്കറിയില്ല. ആൾക്കാരത് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അതിന് ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം. ഇവിടെ നിന്ന് ബി ലൈൻ ലെഫ്റ്റിലേക്കാണ് കേട്ടോ. ഈ കാണുന്ന വഴിയെ ലെഫ്റ്റിലേക്ക് പോകണം. ഇങ്ങോട്ടാണ് ബി. ഇതുവഴിയാണ്. ഇവിടെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി പോകാനേ പറ്റുള്ളൂ കേട്ടോ. ഓ, വലിയൊരു സ്റ്റെപ്പാണല്ലോ. കുറേ ഇറങ്ങാനുണ്ടല്ലോ. ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് M1 വീണ്ടും ഇവിടെ ആണ്. ഇനി ഇവിടെ നിന്ന് വീണ്ടും ബി ഇങ്ങോട്ടാണ് കേട്ടോ. ബി വിൽ ബി ഹിയർ. ബിയിലേക്ക്. ഓ, ഇത് ഭയങ്കര സ്റ്റേഷനാണല്ലോ എൻ്റെ പൊന്നു. ഇനി കുറേ നടക്കാനുണ്ട് കേട്ടോ. കുറേ നടക്കാനുണ്ട്. അത് ഗൂഗിളിൽ പറയുന്നുണ്ട്, അല്ല സിറ്റി മാപ്പിൽ പറയുന്നുണ്ട് 9 മിനിറ്റ് നടക്കണമെന്ന്. കുഴപ്പമില്ല, സമയമുണ്ട് നമ്മുടെ അടുത്ത്. ഇപ്പോൾ 9:30 ആയിട്ടേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഒരു 10:30 ആവുമെന്ന് തോന്നുന്നു. അതോ അതിൽ കൂടുതലാവും, ഒന്നും അറിയില്ല. ഭയങ്കര ബിഗ് ലൈനാണ് കേട്ടോ. ഒത്തിരി നടക്കാനുണ്ട്. സ്റ്റേഷനൊക്കെ കണ്ടല്ലോ അല്ലേ? അടിപൊളി. ഇതിപ്പം അണ്ടർഗ്രൗണ്ടിൽ ഇതൊരു ലോകമായിരിക്കുമല്ലോ അത്. എൻ്റെ ദൈവമേ, ഇത് എങ്ങനെയാണ് ഇത്രയും പ്ലാൻ ചെയ്തതെന്ന് അറിയില്ല കേട്ടോ. ഇത് ഭയങ്കര സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരു സിറ്റിയുടെ വലിപ്പം തന്നെയുണ്ട് ഈ ഒരു സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിൽ. അവിടെ നിന്ന് വീണ്ടും നേരെ പോകണം. ഈ സിറ്റി മാപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മിക്കവാറും കുടുങ്ങിപ്പോകും കേട്ടോ.
അതിന് ഇവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു എയർപോർട്ടിലേക്ക്. ഇനി ട്രെയിൻ വരുന്നു. ഈ ട്രെയിന് നമ്മൾ ഇവിടെ നിന്ന് മെട്രോയിൽ കയറിയിട്ട് 10 സ്റ്റേഷനുകൾക്കപ്പുറമാണ് എയർപോർട്ട്. അവിടെ ഇറങ്ങണം കേട്ടോ. 10 സ്റ്റേഷൻ ഈ ട്രാക്കിലാണ് ഇനി വരിക. ഇത് ഹൈ സ്പീഡാണ് ഇവിടുന്ന്. ഇതൊരു അജാനബാഹു സ്റ്റേഷനാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഫുൾ അണ്ടർഗ്രൗണ്ടിലാണ്. നോക്കി എന്താണ് ചെയ്തിട്ടിരിക്കുന്നത്. ഫുൾ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാലും പറ്റില്ല. ഒത്തിരി താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിലേക്ക് കയറാം. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള ട്രെയിനിൽ കയറി